അഖിൽമാരാർ സിബിൻ സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വിചാരിച്ചാണ് ഡാനി ഇപ്പോൾ സിബിനോട് ഭയങ്കര ദേഷ്യവും കാര്യങ്ങളും ആയിരിക്കും, വീണ്ടും ഓരോന്നൊക്കെ കുത്തിപ്പൊക്കി കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി വന്നതാണെന്ന് നിങ്ങളൊക്കെ കരുതിയിട്ടുണ്ടെങ്കിൽ തെറ്റി. എനിക്ക് ആരോടോ ദേഷ്യമോ കാര്യങ്ങളോ വൈരാഗ്യമോ ഒന്നുമില്ല. ഇത് എൻ്റെ ഒരു കോണ്ടന്റ് മാത്രമാണ്. ഏതോ ഒരു ഫേക്ക് ഐഡിയിൽ നിന്ന് എനിക്ക് അയച്ചു തന്നെയാണ്. അഖിൽമാരാറിൻ്റെ പോസ്റ്റിൻ്റെ താഴെ വന്നിട്ട് സിബിൻ കമൻറ്റ് ഇട്ടു എന്നുള്ള രീതിയിലാണ്. സിബിൻ കേൾക്കുമ്പോൾ ഡാനി കുത്തി ചാടി എണ്ണിച്ച് വരുമെന്ന് എല്ലാവർക്കും നല്ല രീതിയിൽ അറിയാനായിട്ട് ആരോ എനിക്ക് ഇട്ട് തന്നൊരു പോസ്റ്റ്. എനിക്ക് തോന്നുന്നു യൂട്യൂബേഴ്സിനകത്ത് കൂട്ടത്തിൽ തന്നെ ചില കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്ന ചില നാറുകൾ ഇട്ട് തന്നെയാണെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. അങ്ങനെ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് വിഷയത്തിലോട്ട് പോവാം. നമുക്ക് സിബിനോടും ദേഷ്യമില്ല, ആരോടും ദേഷ്യമില്ല, ആരോടും ദേഷ്യമില്ല, ഒന്നുമില്ല. നമുക്ക് എന്തായാലും വായിക്കാം. ആദ്യം അഖിൽമാരാറിൻ്റെ പോസ്റ്റ് ഒന്ന് നമുക്കൊന്ന് വായിക്കാം. ഞാൻ ആലോചിക്കാറുണ്ടായിരുന്നു സത്യത്തിൽ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തതെന്ന്. അഖിൽ എന്നെ ഞാൻ സഹായിച്ചിട്ട് എന്നല്ലാതെ അവൻ എന്നെ ചതിച്ച് എന്നാണെന്ന് ഒരാൾ പോലും പറയില്ല. അനാവശ്യമായി മറ്റുള്ളവർക്ക് വേണ്ടി സംസാരിച്ച് ഒരുപാട് പേരെ വെറുപ്പിച്ചു. ഏറ്റവും കൂടുതൽ വെറുപ്പ് എനിക്കാണ് കിട്ടിയത്. ഒരു വിഷയമായിരുന്നു ദിലീപിനെ പിന്തുണച്ചത്. അത് കുറേ പേര് പറഞ്ഞു ഞാൻ പണം വാങ്ങിയാണ് സംസാരിക്കുന്നത് എന്നും തെണ്ടിത്തിരിഞ്ഞ് നടന്ന് കുത്തുപാള എടുത്ത് നിന്ന നാളത്തിൽ പോലും എനിക്കൊരു 5000 രൂപ വേണം എന്ന് ഞാൻ ആരോടും ചോദിച്ചിട്ടില്ല. ദിലീപ് വിഷയത്തിൽ അയാളിൽ ഒരു സത്യമുണ്ടെന്ന് കരുതി സമൂഹം അയാളെ ഇല്ലാതാക്കാൻ നോക്കുന്നുവെന്ന് കണ്ട് മാത്രം പിന്തുണച്ചു. ദിലീപിന് വേണ്ടി പലതവണ ഞാൻ വിളിച്ചിട്ടുള്ള നാദൃശ ദിലീപിന്റെ ജീവിതം തകർത്ത് VT തോമസിന്റെ ഭാര്യ മത്സരിക്കുന്ന തൃക്കാക്കര മണ്ഡലത്തിൽ വോട്ടർ ആയിട്ട് കൂടി എനിക്കൊരു ആശംസകൾ പോലും നൽകിയില്ല എന്ന് മാത്രമല്ല പിഷാരടിക്കും വേണ്ടി പ്രോഗ്രാം ചെയ്ത് കൊടുക്കാനും പോയി. ഓക്കെ, ഇതൊക്കെയാണ് പോസ്റ്റ്. ഈ പോസ്റ്റിനകത്ത് തന്നെ കുറേ കാര്യങ്ങളുണ്ട്. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ മനഃപൂർവ്വം വലിച്ചഴച്ചിടുക ഈ മാരാല്. ഓക്കെ, അതിൻ്റെ താഴെയാണ് നമ്മുടെ ഈ പറയുന്ന സിബിൻ വന്നിട്ടൊരു കമൻറ്റ് ഇടുകയൊക്കെ ചെയ്യപ്പോൾ. അപ്പം നമുക്കതൊന്ന് വിശദമായിട്ടൊന്ന് കേൾക്കാം. ആ ഒരു ബിഗ് ബോസ് സീസൺ കണ്ട എല്ലാവർക്കും മനസ്സിലായി കാണുമായിരിക്കും എന്താണ് അതിൻ്റെ സത്യാവസ്ഥയും കാര്യങ്ങളും ഒക്കെ. സിബിൻ ബെഞ്ചമിൻ: അഖിലേട്ടാ, നിങ്ങൾ സഹായിച്ചു എന്ന് പറയുന്നവരുടെ കൂട്ടത്തിൽ ഒരാളാണ് ഞാൻ. എനിക്ക് എന്ത് സംഭവിച്ചു? ബിഗ് ബോസ് ഷോയിൽ നിന്നുള്ള എൻ്റെ പുറത്താക്കലിൻ്റെ കാര്യം പുറം ലോകത്തേക്ക് അറിയിച്ചത് നിങ്ങളാണ്. ഓക്കെ, അപ്പം ഈ പറയുന്ന അഖിൽമാരാറാണ് അത് അറിയിച്ചെന്നാണ് സിബിൻ പറയുന്നത്. സിബിന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. എയർപോർട്ടിൽ ഇത് വന്ന് ഇറങ്ങിയതിന് ശേഷം സിബിൻ പറഞ്ഞ ഓരോ രീതികൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. എന്നെ പുറത്താക്കിയതാണ്, ചില കാര്യങ്ങൾ ഇട്ട് കൊടുക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേ അഖിൽമാരാർ തന്നെ, അതേ സിബിൻ തന്നെ പിന്നെ ഓരോരുത്തരും ചെന്നിട്ട് വേറെ കഥകൾ പറയുന്നു. അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ മാരാർ ഇടപെട്ട്, മാരാർ പ്രസ് മീറ്റിൽ വരുന്നു, അവിടെ വരുന്നു, ഇവിടെ വരുന്നു, എല്ലാത്തിനും സിബിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഓക്കെ, എന്തായാലും നമുക്ക് ബാക്കിയും കൂടെ വായിക്കാം. സിജു ചേട്ടൻ പറഞ്ഞ പ്രകാരം ഞാൻ നിങ്ങളെ വിളിച്ചു. നിങ്ങൾ കാര്യങ്ങൾ അന്വേഷിച്ച് അടുത്ത നിമിഷം ലൈവിൽ വന്ന് എൻ്റെ അറിവോ സമ്മതവും ഇല്ലാതെ, ഓക്കെ, പുള്ളിയുടെ അറിവോ സമ്മതം ഇല്ലാതാണ് ലൈവിൽ വന്നത്. അടുത്തൊരു ഹൈദരാ അലി ഇക്കയുടെ ഒരു ഇന്റർവ്യൂവിൽ വന്നു ഈ കാര്യം പറഞ്ഞു. അങ്ങനെ സിബിൻ പറഞ്ഞില്ലല്ലോ എന്ന ഹൈദരാലിയുടെ ചോദ്യത്തിന് നിങ്ങളുടെ മറുപടി. ഇനി അവൻ പറയട്ടെ, അങ്ങനെ ആ സമ്മർദ്ദം എനിക്ക് തന്നു. എല്ലാം മാരാരാണ് അപ്പൊ കാരണം. 3, ഞാൻ പുറത്തു പോയപ്പോൾ പിന്നെ എന്നെ വിളിച്ചു കേസ് കൊടുക്കാൻ ആവശ്യപ്പെട്ടു. മറ്റു പല സുഹൃത്തുക്കളും അത് തന്നെ പറഞ്ഞു. എനിക്കും തോന്നി, ഞാൻ കേസ് കൊടുത്തു. എങ്ങനെയെങ്കിലും നീ FIR ഇടണം എന്ന് പറഞ്ഞപ്പോൾ അതും കരുതൽ കൊണ്ടാണെന്ന് തോന്നി. മാരാർ പറഞ്ഞിട്ടാണ് ചെയ്തതെന്ന്. ഓക്കെ, പ്രസ് മീറ്റിൽ ഞാനും വരാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. പക്ഷെ അവിടെ വന്നു നിങ്ങൾ എൻ്റെ വിഷയങ്ങളിലേക്ക് മേലെ നിങ്ങളുടെ സീസണിലെ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങിയപ്പോൾ ഞാൻ ഇടപെട്ട് നിർത്തിച്ചു. സത്യം പറഞ്ഞാൽ അവിടെ ഹൈദരാലി ഏതാണ്ട് കയറി പറഞ്ഞപ്പോഴാണ് ഈ പറയുന്നത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, സിബിൻ കയറി ഏതാണ്ട് ചൂടാവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എൻ്റെ കാര്യം സംസാരിക്കുക എന്നുള്ള രീതിയിൽ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. 5, ഇത്രയൊക്കെ ചെയ്തിട്ടും പറഞ്ഞിട്ടും നിങ്ങൾ സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് തിരികെ പോയപ്പോൾ അവിടെ വെച്ച് എന്നെ കുറിച്ച് എന്തോ പറഞ്ഞതെന്ന് ഞാൻ അറിഞ്ഞായിരുന്നു. അടിപൊളി. അപ്പം അണ്ണൻ്റെ ഒരു പടം ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ, ആ പടത്തിൻ്റെ പ്രൊമോഷൻ അവിടെ ചെന്നപ്പം സിബിൻ്റെ കുറ്റം പറഞ്ഞു എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അന്ന് തന്നെ ഞാൻ അറിഞ്ഞു, പക്ഷേ ഇതുവരെ ചോദിച്ചില്ല. അത് മോശമായിപ്പോയി സിബിനെ. അത് ചോദിക്കേണ്ട തന്നെ ഒരു ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾ അതേ ഷോയിലെ ഒരു വിധികർത്താവാണ്. ഇനി ആദ്യം പറഞ്ഞ കാര്യം, അതിൻ്റെ ഉത്തരം എനിക്ക് എന്താണ് സംഭവിച്ചത്? ഓക്കെ, അതിൻ്റെ എന്താ സംഭവിച്ചതെന്ന് നമ്മുടെ സിബിൻ പറയുന്നതാണ്. എന്നെ ടി വി ചാനൽ ലോകത്തേക്ക് കൊണ്ടുവന്ന എനിക്ക് വീണ്ടും അവസരം തന്ന ചാനൽ എന്നേക്കുമായി ഒഴിവാക്കി. വല്ല കാര്യം ഉണ്ടായിരുന്നു? എടുത്തു തരേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? 1-2 കോടി രൂപയൊക്കെ അപ്പം നിങ്ങൾ തന്നെ അവിടെ ഓഫർ വെക്കുകയും ചോദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല കാര്യം ഉണ്ടായിരുന്നു. ഞാൻ അന്നേ പറയുമായിരുന്നു. രണ്ടുപേരോടും പുച്ഛമാണ്. ഇപ്പം മാരാറിനോടും പുച്ഛമാണ്, സിബിനോടും പുച്ഛമാണ്. ഉള്ള കാര്യം പറയാമല്ലോ. 2, അവിടെ ഞാൻ കാലാകാലങ്ങളായി ഞാൻ സൂക്ഷിച്ചു വെച്ച എൻ്റെ ഒത്തിരി സുഹൃത്തുക്കൾ എൻ്റെ ഫോൺ എടുക്കാറായി. എന്നെ സപ്പോർട്ട് ചെയ്തു എന്നൊരൊറ്റ കാരണം കൊണ്ട് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും ഇന്ന് എൻ്റെ ജീവിത പങ്കാളിയെയും ആ ചാനലിൽ വിളിക്കാതായി. ജോലി നഷ്ടപ്പെട്ടു. നിങ്ങൾ എന്തിനു എന്നെ സഹായിച്ചു? അതിന് ഞാൻ മനസ്സിലാക്കുന്ന കാരണങ്ങൾ, അതിനും കാരണങ്ങളൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നും ടൈം ലൈനിൽ നിൽക്കണം. രാഷ്ട്രീയം ലക്ഷ്യം അന്നേ ഉണ്ടായിരുന്നു. അതിനുവേണ്ടി സാമൂഹിക ഇടപെടലുകൾ മനഃപൂർവ്വമായി നിങ്ങൾ ചെയ്തു. ഹാഷ്മി പറഞ്ഞ പോലെ അരി അത് തന്നെ വിഷയം.
എന്ന് അഖിൽമാരാർ സഹായിച്ചു വരുമോ? സിബിൻ്റെ കമൻറ്റ് നിങ്ങൾ കേട്ടല്ലോ. സിബിൻ കണക്കിന് കൊടുത്തെന്ന് വേണമെങ്കിൽ പറയാം. മാരാറിൻ്റെ ഇപ്പോഴത്തെ ഇത് വെച്ച് നോക്കുമ്പോൾ സിബിൻ പറയുന്നത് ശരിയാണ് എന്നേ ആൾക്കാർ വിചാരിക്കത്തുള്ളൂ. പക്ഷേ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ആ ഒരു സീസൺ കണ്ട്, ആ സീസണിൽ വന്ന് സിബിൻ്റെ മാനിപ്പുലേഷൻ നമ്മൾ ആ ഷോയ്ക്കകത്ത് കണ്ടാണ്. ജാസ്മിനെ ടാർഗറ്റ് ചെയ്ത് വന്നിട്ട് പുള്ളി എന്തൊക്കെയാണ് കാട്ടിയെന്ന് നമുക്ക് നല്ല രീതി അറിയാവുന്നൊരു വിഷയമാണ്. അപ്പോൾ പുള്ളി പുറത്തിറങ്ങിയപ്പോൾ ഇതിൻ്റെ പിന്നിലെല്ലാം മാരാരാന്നുള്ള രീതിയിലാണ് ആക്കി തീർത്തു നൈസായിട്ട്. ഇത് കാണുമ്പോൾ ആൾക്കാർക്ക് വിശ്വസിക്കാം, അങ്ങനെ വരും. മാരാർ എന്നെ ഇടപെട്ടെന്ന് ഹെൽപ്പ് ചെയ്തതേ ഉള്ളൂ. ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് 2 പെണ്ണുങ്ങൾ വന്നിട്ട് ഷോയെക്കുറിച്ച് പറയുന്നതും അതുകൊണ്ട് ഓരോരുത്തർ വീഡിയോ ചെയ്യുന്നത്. ഞാൻ കാര്യം ഞാൻ സിബിനോട് ചോദിക്കുന്നുള്ളൂ. സിബിൻ അന്ന് സപ്പോർട്ട് ചെയ്ത കുറച്ച് യൂട്യൂബേഴ്സ് ഉണ്ടല്ലോ, ഞാൻ നിങ്ങൾക്ക് എതിരായിട്ടാണ് നിന്നത്. അവരോട് പറയണം ഇതിനു വേണ്ടി ഒന്ന് വീഡിയോ ചെയ്യാൻ പറ്റുമോ എന്നൊന്നും. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുമെന്നില്ല. കാരണം എന്ന് വെച്ചാൽ എല്ലാ എണ്ണം ഉണ്ട്. ചില എണ്ണം ഈ ട്രെൻഡിങ് മാത്രം നോക്കി സംസാരിക്കുന്ന കുറേ ടീംസ് ഉണ്ട്. ഓക്കെ, ഇത് കണ്ടപ്പോൾ എനിക്കൊന്ന് പറയണമെന്ന് തോന്നി. പക്ഷേ ഈ ഒരു പോസ്റ്റിനും ഈ ഒരു കമൻറ്റ് പോസ്റ്റ് എന്തോ ഉദ്ദേശിച്ച് മാരാറിട്ടാണ്. എൻ്റെ താഴെ അതിൽ ഈ ഒരു കമൻറ്റ് ഇട്ടപ്പം ഒരു കാര്യം മനസ്സിലായി, ഇതെല്ലാം ചെയ്തത് മാരാറാണ് എന്നുള്ള രീതിയിലാണ് സിബിൻ പറഞ്ഞു വെക്കുന്നത്. സിബിൻ്റെ ലൈഫ് ഇപ്പോൾ തുലച്ചത് ബിഗ് ബോസ് അല്ല, അഖിൽ മാരാറാണ് എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അതെനിക്ക് മനസ്സിലായി എന്തൊക്കെയാണെന്നുള്ള രീതിയിലൊക്കെ. ഈ ജാസ്മിൻ്റെ കല്യാണ സമയത്ത് ജാസ്മിൻ നിങ്ങളുടെ കല്യാണത്തിന് വന്ന് നിങ്ങളത് പ്രശ്നങ്ങളെല്ലാം വിട്ട് അവളെ ഹാൻഡിൽ ചെയ്ത് എല്ലാ കാര്യങ്ങളും സോൾവ് ആക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തെന്നൊക്കെ അറിയാനൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പല കാര്യങ്ങളും പല രീതിയിലും അറിയാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതെന്തായാലും ഇങ്ങനെയൊക്കെ പോകുന്നത് ഒരു പിടുത്തം കിട്ടുന്നില്ല. അന്ന് കെട്ടിപ്പിടിച്ച് നടന്നവരൊക്കെ അന്നേ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുമായിരുന്നു. നിങ്ങൾ കണ്ടോ, നാളെ ഇത് തന്നെ വേറെ രീതി പോകുന്നു. എന്തൊക്കെയോ ഞാനിരുന്ന് പറയുന്നു അല്ലേ ഗൈസ്. അത്ര ഞാനൊന്നും കൂടുതലൊന്നും പറയുന്നൊന്നുമില്ല. ഇത് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് സംസാരിച്ചതേ ഉള്ളൂ. എങ്ങനെയായാലും മാരാര് ഇപ്പോൾ ഒരു വല്ലാത്തൊരു അവസ്ഥയിൽ പോയിക്കൊണ്ടിരിക്കുക. പക്ഷെ ബി വന്നിരിക്കുമ്പോൾ അയാളുടെ സംസാരവും കാര്യങ്ങളൊക്കെ അത് മാരാരുടെ തട്ടത് അങ്ങനെ തന്നെ ഇരിക്കും. ബിബിക്കകത്ത് ആരെങ്കിലുമൊക്കെ വാക്ക് കേട്ടിട്ട് ഓരോ കാര്യങ്ങളൊക്കെ എടുത്ത് കാണാൻ പോയി സിബിൻ ആരായി. ഓക്കെ, എനിവേ അദ്ദേഹം ഇപ്പോൾ ഒരു നല്ലൊരു ജീവിതമൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രീതിയിൽ പോകട്ടെ. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞും സിബിനെ വിട്ടുകളാ. അത്രയ്ക്കുള്ളൂ. ബൈ, ലവ് യു ഗൈസ്.